2-3 ദിവസത്തെ വിഷു ലീവിന് ശേഷം വീണ്ടും നമ്മൾ രാവിലെ ലോഡ് എടുക്കാൻ പോകാം കേട്ടോ. എന്നത്തെയും പോലെയും ഇന്നും രാവിലെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെന്തായാലും രാവിലെ നേരത്തെ ലോഡ് എടുത്ത് പോയി തട്ടി തിരിച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട് ക്രഷറിലായി. അടുത്ത സ്ഥാനത്തിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ആ വെയിറ്റിംഗ് സമയത്ത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചു വരാമെന്നുള്ള പോക്കാണ് കേട്ടോ. എന്തായാലും വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാ പടകളും എണീറ്റ് വരുന്നുണ്ട്. പാമ്പ് മുത്തുനിന്ന് വരുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് വാല ചുറ്റിയിട്ടുണ്ട്. എന്തായാലും വീട്ടിനകത്ത് പ്രവേശിച്ചപ്പോൾ പാമ്പ് കിടക്കും പോലെ അളിയൻ നീണ്ട് കയറുന്ന് കിടക്കുന്നുണ്ട്. അളിയൻ്റെ കിടത്തം കണ്ട് നല്ല സ്മെല്ലടിച്ചിട്ട് അടുക്കളയിൽ പോയപ്പോൾ നല്ല മത്തി. എന്തായാലും വിശപ്പ് എന്തായാലും ഇരട്ടിയായിട്ടുണ്ട്. എന്തായാലും മേശപ്പുറത്ത് എടുത്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികളുടെ സാറ്റുകൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, വന്നപ്പോൾ തുടങ്ങിയാണ്. എന്തായാലും കിട്ടിയതും വാരി വലിച്ച് എഴുതി കയറ്റി ഒരാൾ മീനിനായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ നേരെ ലോഡ് എടുക്കാൻ പോയിട്ടോ. എൻ്റെ വണ്ടി ലോഡായി എത്തിയിട്ടുണ്ടേ. ഇന്ന് അളിയനും പെങ്ങളും എല്ലാവരും പോകുന്ന ദിവസമാട്ടോ. എന്നാൽ അവർ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വണ്ടിയിലും കുത്തി കയറ്റി അച്ഛനോട് ടാറ്റയും പറഞ്ഞ് നമ്മളെന്തായാലും വണ്ടി വിട്ടിട്ടോ. എല്ലാ മരപ്പുഴങ്ങളെയും കുത്തി ഞാൻ കയറ്റിയിട്ടുണ്ട്. വയനാട്ടിലേക്കാണ് ട്രിപ്പ്. അപ്പോൾ എന്തായാലും അവരവിടെ ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ചുരെല്ലാം കയറി നമ്മൾ വയനാട്ടിലെത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇവൻ്റെ ഓരോ കുസൃതികളും കണ്ട് നമ്മളെന്തായാലും ഹാപ്പിയാണ് കേട്ടോ. എന്തായാലും പോകുന്ന ചെറിയൊരു വിഷമം നമുക്കുണ്ട്. 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ഹാപ്പിയിലായിരുന്നല്ലോ. എന്തായാലും അവിടെ എത്തി അവർക്ക് ടാറ്റയും നൽകി നമ്മൾ വണ്ടി ലോഡും തട്ടി നേരെ തിരിച്ചു വരേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ഗൈസ്.